ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ വന്നിരിക്കുന്നത് പയൽ റീഡിംഗ് ആയിട്ടാണ്. അതിനായി ഞാനിവിടെ 3 പയലുകൾ വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങളുടെ എനർജിയിലുള്ള വ്യക്തി ആരാണെന്നറിയാം. ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ എന്താണ്, അതുപോലെ ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 3 പയലുകൾ ചൂസ് ചെയ്തിട്ടുണ്ട്. പയൽ 1 ലോട്ടസ്, പയൽ 2 സൺഫ്ലവർ, പയൽ 3 ഹിബിസ്കസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താമര, സൺഫ്ലവർ, സൂര്യകാന്തിപ്പൂ, ഹിബിസ്കസ്, ചെമ്പരത്തി ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടാനുസരണം. ബട്ട് നിങ്ങൾ ആദ്യം ഏത് വ്യക്തി ഉദ്ദേശിച്ചാണോ പയൽ തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിയുടെ എനർജി ഒരു 30 സെക്കൻഡ്സ് കണ്ണടച്ച് നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ മുഖം ഓർത്ത് ആ വ്യക്തിയുടെ എനർജി നിങ്ങളിൽ കൊണ്ടുവരിക. ശേഷം പയൽ ചൂസ് ചെയ്യുക എന്നൊരു സജഷൻ എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പയൽ നമ്പർ 1 നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ വരാൻ പോകുന്ന റീഡിംഗ് പേഴ്സൺ ഓൺ യുവർ എനർജി. പയൽ നമ്പർ 1 തിരഞ്ഞെടുത്തവർക്ക് എനർജിയിലുള്ള വ്യക്തി നമുക്ക് ആരാണെന്ന് നോക്കാം. ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ നിലവിലത്തെ അവസ്ഥ നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജിയിലുള്ള വ്യക്തി ആരാണെന്നും നിങ്ങളുടെ റിലേഷൻ്റെ നിലവിലത്തെ അവസ്ഥ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓക്കെ, നമുക്കിനി ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ആദ്യം ഞാൻ ഇവിടെ വന്നിട്ടുള്ള നക്ഷത്രങ്ങളുടെ ഒരു ബേസിക് ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. നമുക്കിവിടെ കപ്സ് എനർജി വന്നിട്ടുണ്ട്. അതായത് ജലരാശികളായ കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം, വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട, മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. പിന്നെ നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ വാൻസ് എനർജിയാണ്. വാൻസ് എനർജി എന്ന് പറയുമ്പോൾ മേടം രാശിയിൽ വരുന്ന മേടം, ചിങ്ങം, ധനു എന്നീ രാശികളിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക, മകം, പൂരം, ഉത്രം, മൂലം, പൂരാടം, ഉത്രാടം എന്നീ എനർജികളുടെ കൂടുതലായി ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് കൂടാതെ നമുക്ക് പെൻഡക്കിൾസ് എനർജിയും ഇവിടെ ബോട്ടം ഓഫ് വന്നിരിക്കുന്ന 2 ഓഫ് പെൻഡക്കിൾസ് ആണ്. പെൻഡക്കിൾസ് എനർജിയും നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അവിടെ ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകീരം, കന്നി രാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര, മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളും പ്രസൻ്റായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇപ്പോൾ ഈ പയൽ ചൂസ് ചെയ്തവർ നിലവിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയുമായി ബന്ധത്തിലൊരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ട്. രണ്ടുപേരും ഒന്നുകിൽ നോ കോണ്ടാക്ട്, ഒരു കൂട്ടരെ പറയുകയാണെങ്കിൽ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന കൂട്ടരുണ്ട്, കംപ്ലീറ്റ് സെപ്പറേഷനിൽ വന്ന കൂട്ടരുണ്ട്, ചെറിയ പിണക്കം, ലെസ് കോണ്ടാക്ട്, ഒരു ചെറിയ അകൽച്ച, ഡിസ്റ്റൻസ്. ഈ 2 തരം കൂട്ടരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചിലർക്ക് പൂർണ്ണമായും വിട്ടുപോയ
നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. ചിലർക്ക് ഒരകൽച്ച മാത്രമാണ്, ബട്ട് ചെറിയ കോണ്ടാക്റ്റ് ഉണ്ട് താനും, ബട്ട് എന്തോ ഒരു പിണക്കം അനുഭവിക്കുന്നതായും അതുമൂലം ഈ എന്തു തന്നെയായാലും ഈ രണ്ട് സാഹചര്യത്തിലുള്ള എനർജീസ് നമുക്കിവിടെ വ്യക്തമാണ്. ഈ രണ്ട് കൂട്ടരും വളരെയധികം മാനസിക സമ്മർദ്ദം, ഇത് നിമിത്തം വളരെയധികം ദുഃഖം അനുഭവിക്കുന്നതായാണ് നമുക്ക് കാർഡുകളിൽ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ പൈൽ ചൂസ് ചെയ്തവരുടെ എനർജിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. രണ്ടുപേരും ഒരു കലങ്ങി മറിഞ്ഞ അവസ്ഥ, ആര് വീണ്ടും എന്നൊക്കെയുള്ളൊരു അല്പം വാശിയും ഉള്ള കൂട്ടത്തിലാണ് രണ്ടുപേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടുപേരും കഴിഞ്ഞു പോയതും വഴക്കിട്ടതും അതിനു മുമ്പുള്ള ഇണങ്ങിയതും പിണങ്ങിയതും ഒക്കെ രണ്ടുപേരും ഓർമ്മയിൽ ഓർക്കുന്നുണ്ട്. പക്ഷേ ആരും മുന്നോട്ട് വരാനോ ഇനിഷ്യേറ്റീവ് എടുക്കാനോ മിണ്ടാനോ ഒന്നും തന്നെ രണ്ടുപേരും മടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. രണ്ടുപേരുടെയും ഉള്ളിൽ ഒരു കനലെരിയുന്ന ഫീലിംഗ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ബാലൻസിൽ കൊണ്ടുവരണം എന്ന് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്, ബട്ട് ഒന്ന് മടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ അതുണ്ട്. ഇവിടെ ഒരു സാഹചര്യം എനിക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൽ ഒരു ലെസ് കോണ്ടാക്റ്റാണ്, വലിയ പിണക്കമല്ല. നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ പ്രകാരം ആ വ്യക്തിക്കൊരു ചാൻസ് ഉണ്ട് വരാൻ എന്ന് ഉള്ള വ്യക്തികളാണ് ഒരു സാഹചര്യത്തിൽ എനിക്ക് കാണുന്നത്. അങ്ങനെയുള്ള വ്യക്തികളാണ് എങ്കിൽ അവർക്ക് ആ വ്യക്തിയിൽ നിന്ന് തീർച്ചയായും അനുകൂലമായ ഒരു ഗസ്റ്റേഴ്സ്, തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു കോളായിരിക്കാം, മേ ബി ഒരു മെസ്സേജ്, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അനുകൂലമായ ഒരു സിഗ്നൽസ് കിട്ടുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഉണർവേകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കൈൻഡ് സൈൻസ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു കൂട്ടർക്ക് ഞാനിവിടെ എനിക്ക് വേറൊരു സാഹചര്യത്തിൽപ്പെട്ട കൂട്ടരെ കൂടി കാണാം. വളരെയധികം വേദനകൾ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടും ഫൈറ്റിംഗ്, വളരെ വലിയ ഫൈറ്റ് വന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ വിട്ടുകൊടുക്കാത്തൊരു സിറ്റുവേഷനിലുള്ളവരുണ്ട്. അതിൽ ചിലർക്ക് കംപ്ലീറ്റ് ബൈ പറഞ്ഞു പോയ സിറ്റുവേഷനും കാണുന്നുണ്ട്. ചിലർക്ക് അങ്ങനെയല്ല, ഒരു ചാൻസും കാണുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങൾ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ നിലവിലത്തെ റിലേഷൻ്റെ നിലവിലത്തെ അവസ്ഥ നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കറിയാം ആ വ്യക്തിയുടെ തിരിച്ചു വരാനുള്ള സാധ്യത. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഒരു 50% പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ ബന്ധത്തിനും ഒരു ബാലൻസ് വരിക തന്നെ ചെയ്യും, ഒരു യൂണിയൻ വരിക തന്നെ ചെയ്യും. ബട്ട് ചിലർക്ക് ഒരു ബൈ പറഞ്ഞു പോയ അവസ്ഥയാണ്. അവിടെ ചിലർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ്സ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ചില ബന്ധങ്ങൾ നമുക്കറിയാം. ഇനി ഇതിൽ ഈ ചില കാര്യങ്ങൾ, നമ്മളൊരു ചെടി വളർന്ന് ചില ചെടികളൊക്കെ മുരടിച്ച് ഒരു കൊഴിഞ്ഞ്, ഇനി നമ്മൾ എത്ര വാട്ടർ ചെയ്തിട്ടും കാര്യമില്ല എന്ന് നമുക്ക് സ്വയം ചില കാര്യങ്ങൾ, ചില സാഹചര്യങ്ങളും ചില മനുഷ്യർ അങ്ങനെ തോന്നും. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കുമല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പ്രകാരം ഒരു 50% ചാൻസ് പോലും നിങ്ങളുടെ മനസ്സ് പറയുന്നില്ല എങ്കിൽ ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുക എന്നാണ് എനിക്ക് ഒരു സജഷനായിട്ട് പറയാനുള്ളത്. ബട്ട് അങ്ങനെയല്ല, ഒരു 50% നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അങ്ങനെയല്ല, ആ വ്യക്തിക്ക് നിങ്ങളോട് തീർച്ചയായും നിങ്ങൾക്കൊരു യൂണിയൻ സ്റ്റേജ് എത്താൻ സാധിക്കുന്ന ബന്ധമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അനുകൂലമായ ഒരു അവസ്ഥ, അനുകൂലമായ ഒരു സൈൻ ലഭിക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 2 സാഹചര്യമുണ്ട്. നിങ്ങളുടെ സാഹചര്യം
വിലയിരുത്തി മനസ്സിലാക്കുക. ഓക്കെ. പൈൽ നമ്പർ 2 സൺഫ്ലവർ ആണ്, സൂര്യകാന്തി പൂവാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജിയിലുള്ള വ്യക്തി, ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ നിലവിൽ ആ റിലേഷൻ്റെ അവസ്ഥ, ആ വ്യക്തിക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷനിലൂടെ കടന്നു പോകുന്നത്, ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് എനർജി ത്രൂ കൺവേ ചെയ്യാനുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജിയിലുള്ള വ്യക്തി ആരാണെന്നും നിലവിൽ ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ അവസ്ഥ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിനി ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ബ്യൂട്ടിഫുൾ കാർഡ്സ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ലെസ് കോണ്ടാക്റ്റ്, ഒരു ഫൈറ്റ് ഉണ്ടായതിനെ തുടർന്ന് പിണങ്ങിയിരിക്കുന്ന 2 വ്യക്തികളാണ്. ഒരു ആർഗ്യുമെൻറ്റ്സ്, ഒരു സംസാരം ഉണ്ടായതിനെ തുടർന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതിനെ ചൊല്ലി തർക്കത്തിലേക്ക് എത്തി ലാസ്റ്റ് അതൊരു വലിയ പിണക്കത്തിലേക്ക് വരികയും ചെയ്തു. പക്ഷേ പേടിക്കേണ്ട, 100% ആ വ്യക്തി, നിങ്ങൾ ആരെയാണോ മനസ്സിൽ കാണുന്നത് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് തന്നെയാണ് ഈ കാർഡ് ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ മനസ്സിലെ ആഗ്രഹം. തീർച്ചയായും നിങ്ങൾക്കനുകൂലമായ ഒരു തീരുമാനം ഈ വ്യക്തി നിങ്ങളുടെ ഈ ബന്ധത്തിൽ എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഒരു കാര്യം, ഇവിടെ വന്നിട്ടുള്ള നക്ഷത്രങ്ങളുടെ ബേസിക് എനർജി ഐഡിയ കൂടി ഞാൻ പറയാം. ഇവിടെ നമുക്ക് ആദ്യം പെൻഡക്കിൾസ് എനർജി, അതായത് എർത്ത് സൈനുകളാണ് നമുക്ക് ആദ്യം വന്നിട്ടുള്ളത്. അവിടെ ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം, കന്നി രാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര, മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം. ഈ നാളുകളുടെ എനർജി ഇവിടെ പ്രസൻ്റായി കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നത് സ്വേർട്സ് എനർജിയാണ്. ഇവിടെ വായു രാശിയിൽ വരുന്ന മിഥുനം, തുലാം, കുംഭം. അതിൽ മിഥുനത്തിൽ വരുന്ന മകയിര, തിരുവാതിര, പുണർദം, തുലാത്തിൽ വരുന്ന ചിത്തിര, ജ്യോതി, വിശാഖം, കുംഭത്തിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങളും ഇവിടെ പ്രസൻ്റായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബോട്ടം നമുക്ക് വന്നിരിക്കുന്നത് കബ്സ് എനർജിയാണ്. ഇവിടെ ജലരാശികളായ കർക്കിടകത്തിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം, വൃശ്ചത്തിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട, മീനം രാശിയിൽ വരുന്ന പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഇവിടെ കൂടുതൽ പ്രസൻ്റായി കാണാം. ഓക്കെ, നമുക്കിനി ബാക്കി റീഡിങ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അങ്ങനെ ഒരു പിണക്കം നേരിടുന്നവരാണ് എങ്കിൽ തീർച്ചയായും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കനുകൂലമായ ഒരു തീരുമാനം, നിങ്ങൾക്കനുകൂലമായ ഒരു സപ്പോർട്ട് തീർച്ചയായും ലഭിക്കുമെന്ന് തന്നെയാണ് ഈ പൈൽ ചൂസ് ചെയ്തവരുടെ വ്യക്തിയുടെ എനർജിയിൽ നിന്ന് നമുക്കിവിടെ കാർഡുകളിൽ നിന്ന് കിട്ടുന്നത്. നോക്കൂ, ടവർ റിവേഴ്സാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല ഒരു മാറ്റം, ഈ പിണക്കമൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് മുന്നോട്ടേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ഒരുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ കാർഡുകളുടെ എനർജിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലർക്ക് മേ ബി മാരീഡായിരിക്കാം, ഒരു പക്ഷേ അങ്ങനെ അകന്ന് നിൽക്കുന്നവരുണ്ടാകാം. ഇനി പ്രണയിതാക്കളോ ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും തീർച്ചയായും നിങ്ങൾക്ക് തീർച്ചയായും ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് കാര്യങ്ങൾ വരും. കാരണം പിണക്കത്തിന് ശേഷമുള്ള ആ ഇണക്കത്തിൻ്റെ സന്തോഷം അത്
ഈ പൈൽ ചൂസ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അത്രയും മനോഹരമായ സാഹചര്യം ദൈവം നിങ്ങൾക്ക് തരട്ടെ, അനുഗ്രഹിക്കട്ടെ. എനർജി ക്ലെയിം ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ഇതാണ് ഈ കാർഡുകളിൽ നിന്ന് ഇവിടെ നമുക്ക് എന്താണ് എനിക്ക് വളരെ നല്ല എനർജീസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഈ കൂടുതലൊന്നും പറയാനില്ല. ഈ എനർജിയിലുള്ള വ്യക്തിയുമായി നിങ്ങൾ പിണക്കത്തിലാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റം തീർച്ചയായും പ്രതീക്ഷിക്കാം. അവരെ അടുത്ത് നിന്ന് നിങ്ങൾക്കൊരു കൈൻഡ്നെസ്, ഒരു ദയാപൂർവമുള്ള സിഗ്നൽസ്, മെസ്സേജസ്, കോൾ ഒക്കെ സ്വീറ്റായിട്ടുള്ള കോളും മെസ്സേജും ഗിഫ്റ്റും ഒക്കെ പ്രതീക്ഷിക്കാം. ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, നമ്പർ 3 തിരഞ്ഞെടുത്തവരുടെ എനർജിയിലുള്ള വ്യക്തി ആരാണെന്ന് നോക്കാം. ഇപ്പോൾ റിലേഷൻ്റെ അവസ്ഥ ഒക്കെ നോക്കാം. ഇനി മുന്നോട്ടും നമുക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ എനർജിയിലുള്ള വ്യക്തിയും ആ വ്യക്തിയുടെ നിങ്ങൾക്ക് മുന്നോട്ട് ആ വ്യക്തിയുമായുള്ള ബന്ധത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിനി ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓക്കെ, പൈൽ 3 ചൂസ് ചെയ്തവരുടെ കാർഡുകൾ നമുക്ക് പരിശോധിക്കാം. മജീഷ്യൻ, ടെമ്പറൻസ്, സ്ട്രെങ്ത് കാർഡ്, ഏസ് ഓഫ് കപ്സ്, റിവേഴ്സ്. ഓക്കെ, ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികളാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, പ്രൊഫഷണൽസ് ആണ്. ഏണിങ്സ്, രണ്ടുപേർക്കും ജോലിയുണ്ട്, ഏണിങ്സ് ഉണ്ട്, സമ്പാദ്യശീലമുള്ളവരാണ്. രണ്ടുപേരും വർക്ക് ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാക്കുന്നവരാണ്, പ്രൊഫഷണൽസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, അഡ്വക്കേറ്റ്സ്, ടീച്ചർ, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്, കമ്പനിയിൽ ഏതായാലും ഒരു കമ്പനി ബേസ്ഡ് ജോബ്സൊക്കെയുള്ള നല്ല പൊസിഷനിലൊക്കെ ഇരുന്ന് നല്ല സമ്പാദ്യശീലമുള്ള ആളുകളായിട്ടാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്ന എനർജി. എന്തു തന്നെയായാലും ഇപ്പോൾ രണ്ടുപേരും വാശി പിടിച്ച് പിണങ്ങി ഇരിക്കുന്ന അവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല, നല്ല ഈഗോ ക്ലാഷ്, ഈഗോ ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇംബാലൻസ് ആണ് ഈ റിലേഷൻ, ബാലൻസ് ഇല്ലാത്ത അവസ്ഥയിലാണ്. മനസ്സിൽ ഒരു കുന്നോളം സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാതെ അകത്ത് വെച്ചിട്ട് ആൾ മാനിഫെസ്റ്റേഷൻ കളി കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ആൾ വരട്ടെ, ഈ മറ്റേ ആൾ വിചാരിക്കും ഈ മറ്റേ ആൾ വരട്ടെ, എന്താ ആ പുള്ളിക്ക് ആദ്യം മിണ്ടിയാൽ ഇവർ വിചാരിക്കും ആ പുള്ളി വരട്ടെ, പുള്ളിക്ക് എന്താ ആദ്യം മിണ്ടിയാൽ. അങ്ങനെ ഒരു ഫൈറ്റ് മോഡ് എനർജി ഇവിടെ രണ്ടുപേരും തമ്മിൽ നടക്കുന്നുണ്ട് എന്നാണ് ഈ കാർഡ് ചൂസ് ചെയ്തവരെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ടുള്ള നക്ഷത്രങ്ങളുടെ ഒരു ബേസിക് ഐഡിയ കൂടി പറഞ്ഞു തരാം. നമുക്ക് ഇവിടെ കപ്സ് എനർജി വന്നിട്ടുണ്ട്. കപ്സ് എനർജിയിൽ വരുന്ന പുണർദം, പൂയമായില്യം, വിശാഖം, അനിഴം, തൃക്കേട്ട, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി. പിന്നെ നമുക്ക് ബോട്ടം ഓഫ് ഡക്ക്, നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാൻസ് എനർജിയും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, മകം, പൂരം, ഉത്രം, മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ ഇവിടെ സ്ട്രോങ് ആയി നമുക്ക് വരുന്നുണ്ട്.
ഓക്കെ, എന്ന് വെച്ച് ബാക്കിയുള്ളവർ കാണണ്ട എന്നല്ല. ഈ എനർജീസ് ഇവിടെ കൂടുതലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് റീഡിങ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ നല്ല പിടിവാശി നടക്കുന്നുണ്ട്, നല്ല ആശയവിനിമയം, നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല ഏണിങ്, സമ്പാദ്യശീലം, മാർക്കറ്റിംഗ് ഒക്കെ ഫീൽഡിലുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ആശയവിനിമയം കൊണ്ടൊക്കെ ആളുകളെ കയ്യിലെടുക്കാനുള്ള കഴിവുള്ളവർ, നല്ല ഭയങ്കര ഇൻ്റലിജൻ്റ് ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ആ ഈഗോ ക്ലാഷ്, ഈഗോ ഫൈറ്റ് നടക്കുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ. ഇവിടെ നമുക്ക് ചിങ്ങം, ലിയോ സൈൻ വരുന്നുണ്ട്, ലിയോ സൈൻസ് ഉണ്ട്. മനസ്സിൽ ഓക്കെ, ആട്ടിൻകുട്ടീൻ്റെ കണക്ക് വളരെ സോഫ്റ്റായി സ്നേഹമൊക്കെ മനസ്സിലുണ്ട്. ബട്ട് അത് പുറത്തോട്ട് പ്രകടിപ്പിച്ചാൽ അവരവരുടെ ഈഗോയ്ക്ക് കേടുപാടുണ്ടാവുമെന്ന് കരുതിയിട്ട് ബലം പിടിച്ച് നിൽക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ട് നമുക്ക് ബോട്ടം ഓഫ് ഡെക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തിൽ രണ്ടിലൊരു വ്യക്തി, നിങ്ങൾ വിചാരിക്കുന്ന അവരായിരിക്കും, അവർ വിചാരിക്കും നിങ്ങളായിരിക്കും, രണ്ടിലൊരു വ്യക്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മൊമെൻറ്റിൽ സൈലൻസ്, പിണക്കം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരികയും ഇണക്കത്തിലാവുകയും ചെയ്യും. റിലേഷൻ സക്സസ് ആകും എന്നാണ് നമുക്ക് കാണാൻ ഈ കാർഡുകളിൽ നിന്ന് ലഭിക്കുന്നത്. തീർച്ചയായും ബ്ലെസ്സിങ് ഉണ്ട്, ബ്ലെസ്സിങ് ഉള്ള ഒരു റിലേഷൻ തന്നെയാണ്. സോ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കുട്ടി പിണക്കങ്ങളോ, കുഞ്ഞു വാശികൾ, ആർഗ്യുമെൻറ്റ്സ്, ഫൈറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായും മാറിയിട്ട് മുന്നിലേക്ക് നല്ല ഒരു സുഖകരമായ അവസ്ഥയിലേക്ക് എത്തും എന്ന് തന്നെയാണ്. സഡനായിരിക്കും ഈ നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെ സഡനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കും, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോളൊക്കെ വരുന്നത്. സോ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ഇതാണ് നിങ്ങളുടെ പാൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള എനർജി. ഓക്കെ, താങ്ക് യു.